രാവിലത്തെ പത്രങ്ങളും ചാനലുകളും എല്ലാം ഇന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. പക്ഷേ അതിലൊന്നുമല്ല കണ്ണ്. ദിലീപിൻ്റെ കേസ് എന്താവും, പലരും ഈ വിധി റദ്ദാക്കണം, ഈ വിധി അത്ര ശരിയായ വിധിയല്ല, സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ മാനിക്കാതെയുള്ള വിധിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പിന്നെ എന്താ പറയുക, അത്തരത്തിലുള്ള ചില വർത്തമാനങ്ങളൊക്കെ പലരും പറയുന്നത് കേട്ടു. ജഡ്ജി ദിലീപിനെ കണ്ടപ്പോൾ എണീച്ചു നിന്നു എന്ന് വരെ ചില ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് സത്യാവസ്ഥ നമുക്കറിയില്ല. എന്തായാലും സൂത്രധാരൻ ആര് എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ഈ ദിലീപിനെതിരായി നിൽക്കുന്നവരൊക്കെ ചോദിക്കുന്ന രണ്ട് ചോദ്യം: പൾസർ സുനി ആർക്ക് വേണ്ടിയാണ് ചെയ്തത്, എന്തിനു വേണ്ടിയാണ് ചെയ്തത്? ഇതിൻ്റെ രണ്ടുത്തരവും പറയേണ്ട പൾസർ സുനിയാണ്. ആ പൾസർ സുനി ദിലീപിൻ്റെ പേരാണ് പറഞ്ഞത്. അതിലൊരു പക്ഷേ പൾസർ സുനിക്ക് ദിലീപിനോട് വല്ല വൈരാഗ്യം ഉണ്ടാകാം, അല്ലെങ്കിൽ പൾസർ സുനി മറ്റാരുടെയെങ്കിലും യന്ത്രമായി പ്രവർത്തിച്ചതായിരിക്കാം. ഇപ്പോൾ ഒരു കൃത്യം ചെയ്യണമെങ്കിൽ ഒരാളുടെ കൊട്ടേഷൻ വേണം എന്നൊന്നുമില്ല. ഇപ്പോൾ ജിഷ വധക്കേസ്, ജിഷയെ പിന്നെ പ്രതി കൊന്നത് ആരുടെയെങ്കിലും കൊട്ടേഷൻ വാങ്ങിയിട്ടാണോ? ഇതുവരെ അങ്ങനെ ഒരു വിവരം പുറത്തു വന്നിട്ടില്ല. അതുപോലെ പിന്നെ സൗമ്യ കേസ്, ഗോവിന്ദചാമി ട്രെയിനിൽ നിന്ന് ആ പെൺകുട്ടിയെ വലിച്ചിഴച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് ആരുടെയെങ്കിലും കൊട്ടേഷൻ വാങ്ങിയിട്ടാണോ? 5 വയസ്സായ ഒരു പെൺകുട്ടിയെ ഒരു പ്രതി ആലുവയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് അതിനെ ഒടിച്ചു മടക്കി ചാക്കിൻ്റെ അകത്ത് കെട്ടി ഉപേക്ഷിച്ചു. ആരുടെയെങ്കിലും കൊട്ടേഷൻ വാങ്ങിയിട്ടാണോ? അപ്പോൾ ആരുടെയും കൊട്ടേഷൻ വാങ്ങാതെ ദിലീപിൻ്റെ കൊട്ടേഷൻ വാങ്ങി എന്ന് പറയാൻ എന്ത് തെളിവാണുള്ളത്? 8 വർഷം ഈ പറയുന്ന ജഡ്ജി അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിവാദങ്ങളെല്ലാം കീറി മുറിച്ചുകൊണ്ട് നടന്ന ഒരു കേസാണ്. 8 വർഷം കണ്ടുപിടിക്കാത്ത ഒരു സംഭവം ഇനി കണ്ടുപിടിക്കാൻ എന്താണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. എന്തായാലും ഇതിലെ ഒരു നിർദ്ദിഷ്ടമായ മാഡത്തിൻ്റെ പേര് പറയുന്നില്ല, അതെല്ലാവർക്കും അറിയാം. ദിലീപിനെ കുടുക്കിയത് ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് ദിലീപിനോടുള്ള വ്യക്തിവൈരാഗ്യം അതെന്തിനാണ് എന്നറിയില്ല. പിണറായി വിജയൻ സർക്കാരിനെ അല്ലെങ്കിൽ CPM സർക്കാരിനെ അവർ തെറ്റിദ്ധരിപ്പിച്ചു. ഇത് സർക്കാരിൻ്റെ എന്താ പറയുക, സർക്കാർ ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒരു പൊൻതൂവലാണ്, ഭാവിയിലെ ഒരു പൊൻതൂവലാണ് ഈ കേസ്. അതുകൊണ്ട് ഈ കേസ് കൃത്യമായി അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ ഈ കേസ് സർക്കാരിൻ്റെ ഇവരെ ഏൽപ്പിക്കുന്നു. TP സെൻകുമാറൊക്കെ പറഞ്ഞു അന്ന് ദിനേന്ദ്ര കശ്യപ് കേസ് അന്വേഷിച്ച സമയത്ത് ഇതിൽ ദിലീപിൻ്റെ പങ്കൊന്ന് വ്യക്തമായില്ല. അന്ന് തന്നെ TP സെൻകുമാർ പറഞ്ഞു ഇതിൽ ദിലീപിനെ കുടുക്കാനുള്ള ചില ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നുള്ളത്. പക്ഷെ ഇവർ സമ്മതിച്ചു തരില്ല. ഈ ക്രൂരയായ നിർഗിഷ്ടയായ മാഡം ഇത് സമ്മതിച്ചു തരില്ല. ഇത് ദിലീപ് തന്നെയാണ് ചെയ്തത്. അങ്ങനെ ദിലീപിനെ 89 ദിവസം ജയിലിൽ അടച്ചു. പല സ്ഥലങ്ങളിലും അദ്ദേഹത്തെ തീവ്രവാദികളെ പോലെയാണ് പോലീസ് തെളിവെടുപ്പിനായി പല സ്ഥലങ്ങളിലും കൊണ്ടു നടന്ന് 89 ദിവസം ജയിലിലിട്ടതിന് ശേഷം അദ്ദേഹം പുറത്തു വന്നു. ഒരക്ഷരം മിണ്ടരുത് എന്ന കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. ഈ 8 വർഷവും അയാൾ വാ തുറന്നിട്ടില്ല. ഈ കേസിനെ കുറിച്ച് അയാൾ ഒരക്ഷരം ആരോടും സംസാരിച്ചിട്ട് മിണ്ടിയിട്ടില്ല. ഇന്നലെ താൻ പ്രതിയല്ല, താൻ ഈ കേസിൽ ഗൂഢാലോചന നടത്തിയിട്ടില്ല, അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല, തന്നെ കോടതി വെറുതെ വിട്ടു. അപ്പോൾ അയാൾ മിണ്ടി തുടങ്ങി. ഇതിൻ്റെ പിന്നിൽ മഞ്ജു വാര്യർ അല്ല അയാൾ ലക്ഷ്യം വെച്ചത്. അത് പലരും മനസ്സിലാക്കാത്ത കാര്യമാണ്. മഞ്ജു വാര്യർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എറണാകുളം ദർബാർ ഹാളിൽ നടന്ന ഒരു പ്രസംഗത്തിൽ ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്ന് മഞ്ജു വാര്യർ പറഞ്ഞത് മഞ്ജു വാര്യർക്ക് അതിനു മുൻപേ കിട്ടിയ ചില അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് മഞ്ജു വാര്യർ പറഞ്ഞത്. അല്ലാതെ ദിലീപാണ് ഇതിൻ്റെ പിന്നിൽ, ദിലീപാന്റെ ഗൂഢാലോചനയാണെന്നൊന്നും മഞ്ജു വാര്യർ ഒരിടത്തും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇത് കഴിഞ്ഞതിന് ശേഷം WCC എന്ന് പറയുന്ന ഒരു സംഘടന സ്ത്രീകളെ ഇപ്പോൾ അങ്ങ് ഉദ്ബോധിപ്പിക്കുക, അല്ലെങ്കിൽ സ്ത്രീകളെ ഇപ്പോൾ അങ്ങ് നന്നാക്കാം, പുരുഷന്മാരെയൊക്കെ ഇപ്പോൾ അങ്ങ് തീർത്ത് കെട്ടാം എന്നൊക്കെ പറഞ്ഞ് നടന്നു. എന്നിട്ട് എത്ര സ്ത്രീകൾക്ക് അവർ നീതി വാങ്ങിച്ചു കൊടുത്തു എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യമാണ്. ഒരു മട്ടാഞ്ചേരി മാഫിയ അവർ കിടന്ന് ഈ കോലാഹലങ്ങളൊക്കെ നടത്തുന്നു. അവരുടെ ഒരു എന്താ പറയുക, ഒരു ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി. ഈ പൃഥ്വിരാജൊക്കെ ഇങ്ങനെ ഒരു കൊടും ക്രിമിനൽ സംഘടനയിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ സംഘടനയിലില്ല എന്ന് പറഞ്ഞപ്പോൾ മുകേഷും ഗണേഷ് കുമാറും അടക്കം പറഞ്ഞു ഞങ്ങളുടെ സഹപ്രവർത്തകരാണ്, 2 പേരും ഞങ്ങളുടെ സഹപ്രവർത്തകരാണ്, ഈ ദിലീപ് ഇത് ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് 100% വിശ്വാസമുണ്ട് എന്ന് ദിലീപിനെ മുൻപിൽ ഇരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു കാര്യം ഗണേഷ് കുമാറും മുകേഷും ഒക്കെ പറഞ്ഞത്. അന്ന് മുകേഷിനെയും ഗണേഷ് കുമാറിനെയൊക്കെ വലിച്ചു കീറി ഒട്ടിച്ചവരാണ്. ഈ മുകേഷിൻ്റെ ഡ്രൈവറായിരുന്നു ഈ പൾസർ സുനി. അങ്ങനെയാണെങ്കിൽ മുകേഷിൻ്റെയിലോട്ട് എന്താ ഗൂഢാലോചന പോകാത്തത്? ഇത് മുകേഷും ചെയ്തതാണെന്ന് പറയാൻ പറ്റില്ല. ഈ നികൃഷ്ടയായ മാഡം
പണ്ട് കോഴിക്കോട് സുന്ദരി അമ്മാൾ എന്ന് പറയുന്ന ഒരു കൊലപാതക കേസിലും അതുപോലെ കുണ്ടറയിലെ ആലീസ് വധക്കേസിലുമൊക്കെ ചില ഫാബ്രിക്കേറ്റായിട്ടുള്ള ചില കാര്യങ്ങൾ കുത്തിപ്പൊക്കി ഉണ്ടാക്കി കൊണ്ടുവന്ന കഥകൾ അന്വേഷിച്ചാൽ പ്രേക്ഷകർക്ക് കിട്ടും, മനസ്സിലാവും. മാഡത്തിന്റെ പേര് എടുത്തു പറയാത്തത് ഭയന്നിട്ടല്ല. ദിലീപ് ഇപ്പോൾ മാനനഷ്ടം, ഇപ്പൊ നമ്പി നാരായണൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം മാനനഷ്ട കേസ് കൊടുത്തു. അതെ, 1 കോടി രൂപ കോടതി മാനനഷ്ട അനുവദിച്ചു. ദിലീപ് 1 കോടിക്കൊന്നും ഒതുങ്ങില്ല, 10 കോടിക്ക് മേലെ പോകുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദിലീപിനെ തകർക്കാൻ ശ്രമിച്ചവർക്കെതിരെ ദിലീപ് മാനനഷ്ട കേസ് കൊടുക്കും. കോടതി വെറുതെ വിട്ട കേസാണ്. 89 ദിവസം നിരപരാധിയായ ഒരാൾ എന്തിനാണ് ജയിലിലിട്ടത് എന്നുള്ള ഒരു ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് എങ്കിൽ ഈ മാഡം ഉൾപ്പെടെ ഉള്ളവർ ഒരുപക്ഷെ വാദി പ്രതിയാവുകയും പ്രതിവാദിയാവുകയും ഒക്കെ ചെയ്യുന്ന കാലഘട്ടമാണ്. ഈ പറഞ്ഞവരൊക്കെ ഒരുപക്ഷെ കയറി ഇറങ്ങേണ്ടി വരും. ഇനി ഇത് ഹൈക്കോടതി, ഇപ്പോൾ ഹണി വർഗീസ് എന്ന് പറയുന്ന ജഡ്ജി, അവർ മൂത്ത് നരച്ചിരിക്കുന്ന ഒരു ജഡ്ജിയല്ല, അവരൊരു ചെറുപ്പക്കാരിയായ ജഡ്ജിയാണ്. അവർ ഡയറക്റ്റായിട്ട് ജഡ്ജിയായ ഒരു വനിതയാണ്. അവരെ ഇത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ TV ചാനലുകൾ പറയുന്നത് കേട്ട് ചാനലുകൾക്ക് മുന്നിൽ ചാനൽ ഇതാണ് വിധിക്കാൻ പറയുന്നത്, അതുകൊണ്ട് ഇത് ഞാൻ വിധിക്കണം, അല്ലെങ്കിൽ സമൂഹം എന്നെ കല്ലെറിയും എന്ന് പറഞ്ഞുകൊണ്ട് കേസ് വിധിച്ച ഒരു ജഡ്ജി അല്ല അവരിത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി. മാത്രമല്ല അവരടുത്ത് ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് അടുത്ത് പോകുന്ന ഹൈക്കോടതിയിലേക്കാണ്. അവർ നേരെ പോകുന്ന ഹൈക്കോടതിയിലേക്കാണ്. റിട്ടയർ ചെയ്യാൻ വേണ്ടി കുഴിയിൽ കാലം നീട്ടിയിരിക്കുന്ന തലനരച്ച ഒരു ജഡ്ജിയല്ല. ഇത് കഴിഞ്ഞ ഉടനെ റിട്ടയർഡ് ആവുന്ന ഒരു ജഡ്ജിയല്ല. ഇത് കഴിഞ്ഞ് വീണ്ടും സമൂഹത്തെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. പല കേസുകളിലും ഈ പല അന്വേഷണ ഉദ്യോഗസ്ഥരെയും അഭിമുഖീകരിക്കേണ്ടത് ഉണ്ട്. ഈ 12-ാം തീയതി ശിക്ഷ പ്രഖ്യാപിക്കും. ഈ ശിക്ഷ പ്രഖ്യാപിക്കുന്ന ദിവസം കൃത്യമായി പോലീസിനും ഇതിൽ വിമർശനം ഉണ്ടാകും. പോലീസ് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെ ഇതിനകത്ത് കുടുക്കിയതെന്നും ദിലീപിനെ എന്തിനാണ് 89 ദിവസം അറസ്റ്റ് ചെയ്തതെന്നും 89 ദിവസം എന്തിനാണ് ജയിലിലിട്ടതെന്നും ഒക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഒരുപക്ഷെ പോലീസ് ഉത്തരം പറയേണ്ടി വരും. നമ്മൾ ഇതുവരെ കണ്ടത് ഈ ചാനലിലെ ഈ ജഡ്ജിമാരെല്ലാം ഇരുന്ന് പോലീസിനെ നിശ്ചിതമായി വിമർശിക്കുന്ന, പല കേസിലും പോലീസിനെ വിമർശിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. പോലീസ് എന്ന് പറഞ്ഞാൽ എന്തോ നികൃഷ്ടമായ എന്തോ ഒരു ജീവികളെ പോലെയാണ് പോലീസ് വിമർശിച്ചത്. പക്ഷേ ഇന്നലെ പോലീസിനോട് ഈ ചാനലുകാർക്കൊക്കെ വല്ലാത്തൊരു സ്നേഹമാണ്. ബൈജു പൗലോസൊക്കെ ദൈവത്തിനെ പോലെയാണ് ഇന്നലെ ചാനലുകാർ മുഴുവൻ കാണുന്നത്. അതായത് പോലീസിന്റെ എന്താ പറയുക, ഈ അധ്വാനത്തിന് വില കൽപ്പിച്ചില്ല ജഡ്ജ്. പോലീസ് ഇത്രയും തെളിവുകൾ ഹാജരാക്കിയിട്ടും അതിന് വില കൽപ്പിച്ചില്ല, അതിനെ പുച്ഛിച്ച് തള്ളി എന്ന് പറഞ്ഞുകൊണ്ട് കേരള പോലീസിനോട് അങ്ങോട്ട് വല്ലാത്ത സ്നേഹവും വല്ലാത്തൊരു ബഹുമാനവും ഒക്കെ ഇന്നലെ ചാനലുകാർ മുഴുവൻ ഇരുന്ന്, ചാനലിലെ മാധ്യമപ്രവർത്തകരല്ല ചാനൽ ജഡ്ജിമാർ ഇരുന്ന് വിധി പറയുന്നതും വിധി കൽപ്പിക്കുന്നതും ഒക്കെ കണ്ടു. പരമപുച്ഛമാണെന്നാണ് പലരും പറയുന്നത്. വിധിയോടാണോ ജഡ്ജിനോടാണോ ഇനി ആരോടാണ്? ഇവർക്കൊന്നും അതിജീവിത, ഒരു കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കുക, ഇവരാരും അതിജീവിതയുടെ നീതിക്ക് വേണ്ടിയിട്ടല്ല നിൽക്കുന്നത്. അതിജീവിതയ്ക്ക് നീതി വേണമെങ്കിൽ അതിജീവിതയുടെ ഭർത്താവ് ദിലീപിനെക്കാളിലും പണമുള്ള ആളാണ്. അവർക്ക് വേണമെങ്കിൽ ഈ അഡ്വക്കേറ്റ് DB ബിനിയെ മാറ്റിയിട്ട് നല്ല വക്കീലിനെയൊക്കെ വെച്ച് വാദിച്ച് ദിലീപാണ് ഇതിന്റെ പിന്നിലെങ്കിൽ കൃത്യമായ കേസ് തെളിയിക്കാം. അങ്ങനെയാണ് അവരുടെ സംശയമെങ്കിൽ. ഇത് അവർക്ക് നീതി, അതിജീവിതയ്ക്ക് നീതിയൊന്നും കിട്ടേണ്ട. ഒരു സെലിബ്രിറ്റി ആയ ദിലീപ് എങ്ങനെയെങ്കിലും 10 ദിവസം ജയിലിൽ കിടന്നാൽ കുറ്റക്കാരനെന്ന് കണ്ടാൽ വയറ്റിപ്പുഴപ്പാണ്. 5-6 ദിവസം റേറ്റിങ്ങിന്റെ പേര് പറഞ്ഞ് ഇതിനെ കൊണ്ടുപോകാം. ഇനി രാഹുൽ മാങ്കൂട്ടത്തെ കിട്ടൂലല്ലോ. അപ്പൊ വയറ്റിപ്പുഴപ്പാണല്ലോ. അപ്പൊ ഞാനായാലും ഈ ഇരുന്ന മാധ്യമങ്ങളിലെ ജഡ്ജ് ആണെങ്കിലും ഒക്കെ വയറ്റിപ്പുഴപ്പാണ്. നമ്മളൊക്കെ ലോണുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, ഇതൊക്കെ വയറ്റിപ്പുഴപ്പിന്റെ പ്രശ്നങ്ങളാണ്. അതിനുവേണ്ടി എന്തും അങ്ങ് പറയും. ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളെ മാത്രമേ വിശ്വസിക്കാവൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ ആരെയും പരസ്യം വാങ്ങിച്ചിട്ട് പണം വാങ്ങിച്ചിട്ടല്ല വാർത്ത ചെയ്യുന്നത്. സബ്സ്ക്രൈബ് പോലും ചെയ്യാൻ നമ്മൾ ആരോടും പറയുന്നില്ല. കാരണം നമ്മളെ വാർത്ത കണ്ട് ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനൽ കണ്ടാൽ മതി, നമ്മളോടൊപ്പം കൂടിയാൽ മതി എന്നുള്ളൊരു നിലപാടെടുക്കുന്നവരാണ് ഞങ്ങളൊക്കെ. അപ്പം അതുകൊണ്ട് ഈ ചാനൽ ജഡ്ജിമാർ വിധിക്കും പോലെ വിധിക്കാനൊന്നും ഞങ്ങൾക്ക് കിട്ടില്ല. ഈ കേസിൽ വിധി റദ്ദാക്കാനും പോകുന്നില്ല. ദിലീപിനെതിരെ ഇനിയൊരു നിയമ നടപടി വരാനും പോകുന്നില്ല. പൾസർ സുനി തെറ്റിയാലാണ് പൾസർ സുനിക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട്. ആ ശിക്ഷ എന്താണെന്നുള്ളത് കോടതി പറയും. അത് കൃത്യമായി 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇവരെയൊക്കെ വെറുതെ വിട്ടാലും ദിലീപിനെ തൂക്കിലേറ്റണമെന്ന് പറയുന്നവരുടെ ഒരു മാനസികാവസ്ഥ വല്ല ഊളംപാറയിലോ അല്ലെങ്കിൽ കുതിരവട്ടത്തോ പോകുന്നതായിരിക്കും നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.